നമ്മുടെ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ഓണർ നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ കുറച്ച് അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ക്യാഷിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ അകത്തായിരിക്കും ഈ ഒരു എമൗണ്ട് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഓണറുടെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മകൻ്റെ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ ലോണ് അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ക്യാഷ്, അതായത് ക്യാപിറ്റലിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്താൽ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ അവിടെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. ഇവിടെ അസറ്റ് കൂടുന്നു, അതുകൊണ്ട് നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു ലൈബിലിറ്റിയാണ്. ഓണർ കൊണ്ടുവന്ന ക്യാഷാണ്. നമ്മൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഓണർക്ക് കൊടുക്കണം. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. ഇവിടെ ലൈബിലിറ്റി കൂടുന്നു, അതുകൊണ്ട് ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്നുള്ള ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നുമാണ് കുറയുന്നത്. നമ്മൾ പറഞ്ഞു, ക്യാപിറ്റലിൻ്റെ അണ്ടറിലാണ് ഡ്രോയിങ്സ് വരുന്നത്. ക്യാപിറ്റലിൽ നിന്നുമാണ് ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ കുറയുന്നു. പൈസ പോകുമ്പോൾ അവിടെ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റലിൽ നിന്നുമാണ് കുറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓണർ ക്യാഷാണ് കൊണ്ടുപോകുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് കുറയുന്നു, അതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഓണർ ഒരു 50,000 രൂപ, ഞാനിവിടെ എഴുതുന്നു, 50,000 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. 50,000 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ക്യാപിറ്റലായിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത 50,000 രൂപ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഞാൻ എത്ര കാണിച്ചു? 50,000 കാണിച്ചു. പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ ഓണർ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിൽ നിന്നും 30,000 പിൻവലിച്ചു. 30,000 ക്യാഷ് കൊണ്ടുപോയി. അപ്പോൾ 30,000 പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ കൊണ്ടുവന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിൽ നിന്നുമായിരിക്കും ഓണർ കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നുമാണ് കുറയുന്നത്. ഇവിടെ 30,000 കുറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്തു? ഒരു 30,000 കുറച്ച് കാണിച്ചു. ഈ 30,000 എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ 50,000 ഇല്ല, കാരണം 30,000 ഓണർ കൊണ്ടുപോയി. അപ്പോൾ ടോട്ടൽ വരുന്നത് 20,000. ഇത്തരത്തിലാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലും ഡ്രോയിങ്സിൻ്റെയും ഒരു മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം.